എനിക്ക് പിന്നെ ഞാൻ ഒരു ടൈമില് ഐ യൂസ് ടു ടീച്ച് ചെറിയ സ്റ്റുഡൻസിന് ആൻഡ് അവര് കാനഡയിൽ ഉള്ള കുട്ടികളാണ്, ലൈക്ക് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ആൻഡ് ഒരു പ്രാവശ്യം അവരുടെ മദറിന്റെ കൺസേൺ ആണ് വാട്ട് ഷീ സെഡ് ടു മീ ഈസ് കാനഡയിലത്തെ ടീച്ചിങ് അവര് പ്രഷറൈസ് ചെയ്യാറില്ല. ഇങ്ങനെ തല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് വെച്ച് നോക്കുമ്പോൾ കാനഡ ടീച്ചിങ് ഇച്ചിരി വ്യത്യാസമാണ്. അപ്പൊ ഇവിടുത്തെ ടീച്ചിങ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ പ്രഷറൈസ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പഠിപ്പിച്ചാലാണ് കുട്ടികൾ പഠിക്കുള്ളൂ. അങ്ങനെ ഒരു തോട്ടായിരുന്നു അവിടുത്തെ ഒരു അമ്മയ്ക്കും. സത്യം പറഞ്ഞാൽ അമ്മയുടെ കൺസേൺ എന്ന് വെച്ചാൽ മോൻ പഠിക്കുന്നില്ല, ഇവിടുത്തെ ടീച്ചിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചിരുന്നു, അങ്ങനെ തോട്ടാണ്. അപ്പൊ ഈ പ്രഷറൈസിങ് കൊടുത്താലാണ് കുട്ടികൾ പഠിക്കുള്ളൂ എന്നുള്ളൊരു തോട്ട് ആദ്യം തന്നെ കുട്ടികളെ വേറൊരു സ്പീഷീസ് ആയിട്ട് കാണല് നിർത്തുക. നമ്മളെ പോലെ അവര് കുറച്ച് ചെറുതാന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കാണില്ലേ, നമ്മളെ പോലെ എല്ലാരും എല്ലാത്തിലും അങ്ങ് ഏബിൾ അല്ല. നമ്മുടെ ഇവിടെ തന്നെ പല തരത്തിലുള്ള മുടിയുള്ളവരുണ്ട് എന്ന് പറയണ പോലെ നമ്മളെക്കാൾ കുറച്ച് പൊക്കം കുറഞ്ഞ, നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള, എന്നാൽ നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് ഇവര്. അപ്പൊ അവരെ പ്രഷറൈസ് ചെയ്താലേ അല്ലെങ്കിൽ തല്ലിയാലേ അങ്ങനൊന്നും അല്ല. ഇപ്പൊ നമ്മളെ ഒരാളിട്ട് തല്ലിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, എനിക്ക് തല്ലുള്ളതിനേക്കാൾ ഇഷ്ടം അയാൾ പറയുന്ന അങ്ങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ ഒരാൾ എന്തെങ്കിലും അങ്ങനെ പേടിപ്പിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. നമ്മുടെ സർവൈവൽ നമുക്ക് മുഖ്യമാണ്. എന്ന് പറയുന്ന പോലെ തന്നെ ഒരാളെ മുറിയിലിട്ട് പൂട്ടിയിട്ട് അച്ഛനും അമ്മയായിട്ട് രണ്ടുപേരും നിൽക്കുകയാണ്. ലോകത്തിലേക്ക് എവിടേക്ക് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കില്ല, എവിടെ പോകണമെന്ന് അറിയില്ല, അതിനുള്ള പൈസ ഇല്ല, അതിനുള്ള ശരീരം പോലും ഇല്ല, ഇത്രയേ ഉള്ളൂ. അതിനെ തല്ലിയാ പിന്നെ അത് അനുസരിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറഞ്ഞ് തല്ലി ചെയ്യിപ്പിക്കാന്നുള്ളതല്ല. ആൾക്ക് ഇഷ്ടമുണ്ടാവും എന്തെങ്കിലും പഠിക്കാൻ, അത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ അവർ സ്വാഭാവികമായി പഠിച്ചോളൂ. തനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം തനിക്ക് പഠിക്കാൻ തന്നാ പഠിക്കൂലേ? അതെ, അത് പഠിക്കാൻ തരണോ? നമ്മൾ തന്നെ പോയി അന്വേഷിക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഞാൻ പോയി ചെയ്തോട്ടെ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അപ്പൊ അതിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിച്ചാൽ അവരെ പിന്നെ നിർബന്ധിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ മനുഷ്യരും ആർ ബോൺ വിത്ത് സംതിങ്. എന്തോ ഒരു സ്കില്ല് ഉണ്ട് അവർക്ക്. അതൊന്ന് അനലൈസ് ചെയ്യാനുള്ള സമയം അവർക്ക് കൊടുത്താൽ മതി. ആരും ജനിക്കുമ്പോഴേ ഞാനൊരു മടിയനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറില്ല, അല്ലെ മടിച്ചായിട്ട് കുത്തിരിക്കണം, ഇങ്ങനെ ഒരു ഡ്രീം ഒരാൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് യു പ്രൊവൈഡ് ദം വിത്ത് എവറിഥിങ്. എല്ലാം ഉണ്ട് വീട്ടില്, ലക്ഷറി ഉണ്ട്, ഫുഡ് ഉണ്ട്, കാർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ചോയ്സ് എനിക്ക് എന്തിനാ ഇനിയിപ്പോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു മിനിമം രീതിയിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു എയിം കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ എന്തെങ്കിലും ഒരു എയിം ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല അത്രയും പൈസ ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യരും എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കാണിക്കാനാ ശ്രമിക്കുക. എവ്രി വൺ വാണ്ട്സ് ടു ഹാവ് എൻ ഐഡന്റിറ്റി. ഞാൻ ഇന്നത് ചെയ്യുന്ന ആളാണ് എന്ന് സ്വയം പറയാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നമ്മളതിനാ അത് ഇങ്ങനെ അടിച്ചും തല്ലിയും പീഡിപ്പിച്ച്, അപ്പൊ ആ കൊച്ചിന് നമ്മളോട് വെറുപ്പാ ഉണ്ടാവുക, ഈ അച്ഛനും അമ്മയോടും. അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കൂല.